നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂട്ടുകാരുമായി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് വെറുതെ ഒരു പുതിയ ഫോണിനെ കുറിച്ചോ യാത്രയെക്കുറിച്ചോ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ കുറച്ചു കഴിഞ്ഞ് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ അതേ സാധനത്തിന്റെ പരസ്യം കൃത്യമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു? നിങ്ങളുടെ ഫോൺ നിങ്ങളെ രഹസ്യമായി ഒളിഞ്ഞു കേൾക്കുന്നുണ്ടോ? ദി അക്ബർ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഈ വലിയ നിഗൂഢതയെ കുറിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഫോണിലെ മൈക്രോഫോൺ എപ്പോഴും ഓൺ ആണോ? സാങ്കേതികമായി പറഞ്ഞാൽ ഹേയ് സിരി അല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ പ്രതികരിക്കാനായി ഫോൺ കാത്തിരിക്കുന്നുണ്ട്. ഇതിനെ അക്കോസ്റ്റിക് ഫിംഗർ പ്രിന്റ് എന്നാണ് പറയുന്നത്. വലിയ കമ്പനികളെല്ലാം പറയുന്നത് അവർ നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷേ നമ്മൾ നൽകുന്ന പെർമിഷനുകൾ പലപ്പോഴും വില്ലനാകാറുണ്ട്. പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ മൈക്രോഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദം നൽകാറുണ്ട്. ഇത് അവർക്ക് ഡാറ്റ ശേഖരിക്കാൻ അവസരം നൽകുന്നു. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ മൈക്രോഫോൺ അല്ല, മറിച്ച് അൽഗോരിതങ്ങളാണ്. നിങ്ങൾ എവിടെ പോകുന്നു, ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്യുന്നു, ഏത് തരം വീഡിയോകൾ കാണുന്നു എന്നതിനെല്ലാം കൃത്യമായ ട്രാക്കിംഗ് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു പുതിയ കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുകയും അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും ഒരേ ലൊക്കേഷനിൽ ഉണ്ടെങ്കിൽ ഗൂഗിൾ വിചാരിക്കും നിങ്ങൾക്കും ആ കാറിൽ താല്പര്യമുണ്ടെന്ന്. അങ്ങനെയാണ് ആ പരസ്യം നിങ്ങളുടെ ഫോണിലും എത്തുന്നത്. ഇതിനെ ടാർഗറ്റഡ് അഡ്വർടൈസിംഗ് എന്ന് വിളിക്കുന്നു. നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം? ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന 3 പോയിന്റും എങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു തരുന്ന വീഡിയോസ് ഇഷ്ടം പോലെ കുറെ യൂട്യൂബേഴ്സ് യൂട്യൂബിൽ വീഡിയോ സഹിതം ഇട്ടിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാനൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ പോയി ആവശ്യമില്ലാത്ത ആപ്പുകൾക്ക് നൽകിയിരിക്കുന്ന മൈക്രോഫോൺ പെർമിഷൻ ഓഫ് ചെയ്യുക. പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന ഓപ്ഷൻ ഗൂഗിൾ അക്കൗണ്ടിൽ പോയി ഡിസേബിൾ ചെയ്യുക. വോയിസ് അസിസ്റ്റന്റുകൾ ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്യുക. ഫോൺ നമ്മളെ കേൾക്കുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരി നമ്മളെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായി ഫോണിന് അറിയാം എന്നതാണ് സത്യം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതേപോലുള്ള ഫാക്റ്റുകൾക്കായി ദി അക്ബർ ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക.